കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത മഴ. ഈങ്ങപ്പുഴ ടൗണിൽ വെള്ളം കയറി. മുത്തപ്പൻ പുഴ താൽക്കാലിക ചപ്പാത്ത് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മുക്കം ഉറുമിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, കോഴിക്കോടും ഇപ്പോൾ കനത്ത മഴ തുടരുകയാണോ? ഇപ്പോൾ ഈ മലവെള്ളപ്പാച്ചിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? കോഴിക്കോട് കനത്ത മഴയാണ് പെയ്തത്. ഇന്നലെ രാത്രി മുതൽ ഉച്ചവരെ കോഴിക്കോട് മലയോര മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഈങ്ങാപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈങ്ങാപ്പുഴ ടൗൺ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കും വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്കുമുള്ള ഈ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വയനാട് കോഴിക്കോട് റൂട്ടിലെ ഗതാഗതം മറ്റു വഴികളിലൂടെ തിരിച്ചു വിടേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. കൂടാതെ ഈ മുത്തപ്പൻ പുഴയിലെ ചപ്പാത്ത് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. വിലങ്ങാടെല്ലാം തന്നെ വലിയ ആശങ്ക പരത്തുന്ന രീതിയിലേക്ക് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിലങ്ങാട് പുഴയിലെ ജലനിരപ്പ് ഉയരുകയും ജനങ്ങളോട് അവിടെ നിന്ന് ജാഗ്രതാ നിർദ്ദേശമടക്കം അധികൃതർ നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കോഴിക്കോട് ജില്ലയിലെ വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊയിലാണ്ടി താലൂക്കിലെ പേരാമ്പ്ര വില്ലേജിൽ ശക്തമായ മഴയിൽ സമീപത്തെ മണ്ണിടിഞ്ഞ് ഒറ്റത്തെങ്ങുള്ള പോക്കർ എന്നയാളുടെ വീടിന്റെ അടുക്കളയ്ക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ അടുക്കള പൂർണ്ണമായും മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരി താലൂക്കിൽ കൂടരഞ്ഞി വില്ലേജിലെ ഉറുമിപ്പുഴയുടെ ഭാഗമായിട്ടുള്ള ഉറുമി ജലവൈദ്യുത പദ്ധതി പ്രദേശത്തിന് സമീപം KSEB നിക്ഷേപിച്ച മണ്ണും പാറകളും മഴയിൽ കണിപ്പള്ളിൽ മറിയക്കുട്ടിയുടെ വീടിന് സമീപത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. അവിടെ ചെമ്പുകടവ് UP സ്കൂൾ റിലീഫ് ക്യാമ്പിലേക്ക് ഈ കോടഞ്ചേരി വില്ലേജിലെ പൊയിൽ ഉന്നതിയിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ കോടഞ്ചേരി വില്ലേജിൽപ്പെട്ട ഇരുതുള്ളിപ്പുഴ കരകവിയുന്ന ഒരു സാഹചര്യമുണ്ടായി. തീരത്തെ 4ഓളം വീടുകളിൽ വെള്ളം കയറുന്നൊരു അവസ്ഥയുണ്ടായി. ഇവരെ MES സ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുകയും ചെയ്തു. കിനാലൂർ വില്ലേജിൽ കുന്നത്തുകണ്ടി ലൈലയുടെ വീടിന് മുകളിലേക്ക് പനമരം ഒടിഞ്ഞു വീണു. വീടിന് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈങ്ങാപ്പുഴയിൽ അണ്ടിത്തോട്ടത്തിൽ ബഷീറിന്റെ വീടിന്റെ പിൻഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. വീടിന് നാശനഷ്ടം സംഭവിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ആൽഫ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഈങ്ങാപ്പുഴ എലോക്കരയിലുണ്ടായി. ഒപ്പം ഈ തീരദേശത്ത് സംഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞതാണ് ബേപ്പൂരിൽ നിന്നുള്ള മിഹ്റാജ് ബോട്ട് എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് കടലിൽ അകപ്പെടുകയും അവിടെ അതിനകത്തുണ്ടായിരുന്ന 17 മത്സ്യബന്ധന തൊഴിലാളികളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി കരയിലെത്തിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പേരാമ്പ്ര, മട്ടിക്കുന്ന്, കൂടരഞ്ഞി എന്നിവിടങ്ങളിലെ മണ്ണിടിച്ചൽ ഭീഷണി തന്നെയാണ്. ഇരുതുള്ളിപ്പുഴയിലെ വെള്ളപ്പൊക്കം, ഈങ്ങാപ്പുഴ ദേശീയപാതയിലെ വെള്ളക്കെട്ട്, ഒപ്പം തന്നെ കടലുണ്ടിയിൽ നടന്ന ആ ഒരു രക്ഷാദൗത്യം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ മഴ ദിവസം പ്രധാനമായും പറയേണ്ടത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ചെമ്പുകടവ് AUP സ്കൂളിലടക്കം അവിടെ തുറക്കുകയും ചെയ്തു. കൂടാതെ പ്രധാനമായും മുക്കം ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളം കയറുകയും അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിക്കുന്നിൽ സമീപത്തെ 4 വീടുകളിൽ വെള്ളം കയറി വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തിരുവമ്പാടി ടൗണിന് സമീപം റോഡിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല നേരത്തെ ഈ മഴ കനത്ത ഒരു പശ്ചാത്തലത്തിൽ മലബാർ റിവർ ഫെസ്റ്റിൽ ഇന്ന് നടത്താനിരുന്ന മുഴുവൻ മത്സരങ്ങളും മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടരഞ്ഞി ഉറുമിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. കാരശ്ശേരി മേലാങ്കുന്നിൽ മതിലിടിഞ്ഞ വീട് അപകടാവസ്ഥയിലാകുകയും 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്യേണ്ടി വന്ന സാഹചര്യമുണ്ടായി. ജലീൽ പാലക്കാമ്പൊയിലിന്റെ വീടിനാണ് മതിലിടിഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഉച്ചയോടുകൂടി മഴയ്ക്ക് ശമനമുണ്ടായത് ഏറെ ആശ്വാസം പകരുന്നുമുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും കോഴിക്കോട് മലയോര മേഖലയിലും കനത്ത മഴയാണുള്ളത്. ഈങ്ങപ്പുഴ ടൗണിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായിരിക്കുന്നു. ഇവിടുന്ന് ചപ്പാത്ത് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോയി എന്നൊരു വിവരം കൂടിയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.